മലയാളിക്ക് എന്താടാ ഏതോ മലയാളി കവിയാടാ ചുമ്മാ സട്ടക്കൂട്ടം ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്റ്റാ ഗെയിമർ. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കോബ്ര MP4യുടെ സ്കിന്ന് നമ്മുടെ ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ഈ ഫെഡഡ് വിൽ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഗൺ സ്കിന്ന് മേടിക്കുന്ന മാത്രമല്ല, ഇന്ന് നമ്മൾ ഈ കോബ്ര MP40ൻ്റെ മാക്സ് ലെവൽ ആക്കാൻ പോവുകയാണ്. അതെ ഗൈസ്, ഈ ഒരു ഗൺ സ്കിന്ന് നമ്മൾ മാക്സ് ലെവൽ ആക്കാൻ പോവുകയാണ്. എത്ര ഡയമണ്ട് ആവുമെന്ന് അറിയാനായിട്ട് എല്ലാ കൂട്ടുകാരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റ്മെൻറ്റിലാണ്. ആദ്യമായിട്ടായിരിക്കും ഞാൻ ഒരു ദിവസം ഇത്രയും ഡയമണ്ട് ഗെയിമിൽ ചിലവാക്കാൻ പോകുന്നത്. സോ എത്ര ഡയമണ്ട് ആവുമെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനായി കാണാം. ആദ്യം നമുക്ക് ഈ ഗൺ സ്കിൻ ഇവിടെ നിന്ന് മേടിച്ചേക്കാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, 4ാമത്തെ സ്പിൻ ആയപ്പോഴത്തേക്കും എനിക്കിവിടെ നിന്ന് ഒരു ഗൺ സ്കിൻ കിട്ടിയിരിക്കുകയാണ്. ഞാനൊന്ന് ഞെട്ടിപ്പോയി ഗൈസ്, കാരണം ഇത്രയും നാൾ ഞാൻ ഫേഡഡ് വിൽ ഇവൻറ്റ് സ്പിൻ ചെയ്തിട്ട് ഇത്രയും പെട്ടെന്ന് എനിക്കൊരു ഗ്രാൻഡ് പ്രൈസും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും MP40യുടെ സ്കിന്ന് ഞാൻ മാക്സ് ആക്കുമെന്ന് മനസ്സിലുണ്ടായിരുന്നുകൊണ്ടായിരിക്കും ഇത്രയും പെട്ടെന്ന് കിട്ടിയത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. സോ എത്ര ഡയമണ്ടിലാണ് ഈ ഒരു ഗൺ സ്കിൻ എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 136 ഡയമണ്ടിലാണ് എനിക്ക് ഈ MP40യുടെ സ്കിൻ കിട്ടിയത്. എന്തോ ഭാഗ്യത്തിന് ഇവിടെ നമുക്ക് കുറച്ച് ഡയമണ്ട് ലാഭിക്കാൻ പറ്റി. പിന്നെ ഈ ഗൺ സ്കിൻ മാക്സ് ആക്കുന്നതിനായിട്ട് എത്ര ടോക്കൺ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1450 ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ MP40യുടെ സ്കിൻ മാക്സ് ആക്കാൻ കഴിയുന്നതാണ്. സോ ഇനി നമുക്ക് സ്റ്റോറിൽ പോയിട്ട് ക്രേറ്റ് മേടിച്ച് ഓപ്പൺ ചെയ്യാം. എനിക്ക് തോന്നുന്നത് സ്റ്റോറിൽ നിന്ന് ക്രേറ്റ് മേടിച്ച് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡയമണ്ട് കൊടുക്കേണ്ടി വരും. എന്തായാലും ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഒരു ക്രേറ്റിന് 40 ഡയമണ്ടാണ് കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ ആദ്യം 10 ക്രേറ്റ് മേടിക്കുകയാണ്. 400 ഡയമണ്ടിൻ്റെ നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ ഉള്ളതുകൊണ്ട് തന്നെ 307 ഡയമണ്ട് കൊടുത്താൽ മതി. സോ ഗൈസ്, 10 ക്രേറ്റ് മേടിച്ച് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം 5, 6, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടോക്കൺ കിട്ടി. വീണ്ടും കുറച്ച് ടോക്കൺസ് കിട്ടി. ഒരുപാട് നാളായിട്ട് ഈ ഗൺ സ്കിൻ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതിനായിട്ട് ഞാൻ വെയിറ്റിംഗിലായിരുന്നു. ഡയമണ്ട് കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചു. എന്തായാലും ഇന്ന് നമ്മൾ ഈ ഗൺ സ്കിന്ന് മാക്സ് ആക്കാൻ പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഗൺ സ്കിന്ന് മാക്സ് ആക്കിയെങ്കിൽ എത്ര ഡയമണ്ടിലാണ് മാക്സ് ആയതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഞാനിവിടെ ക്രേറ്റ് മേടിച്ച് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടായി നന്നായി. കുറച്ച് ഡയമണ്ട് നമുക്കവിടെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു കൂപ്പൺ തീരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 8, 10 വീതമൊക്കെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഈ ഗൺ സ്കിന്ന് മാക്സ് ആക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഈ ഗൺ സ്കിന്ന് മാക്സ് ആക്കുന്നത് എൻ്റെ ആഗ്രഹം കൊണ്ടാണ്. പിന്നെ ഒരുപാട് കൂട്ടുകാർക്ക് സംശയം ഉണ്ടാവും, പോക്കർ MP40 ആണോ അതോ കോബ്ര MP40 ആണോ നല്ലതെന്ന്. എന്തായാലും ഈ ഗൺ സ്കിന്ന് മാക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം ഏത് ഗൺ സ്കിന്നാണ് നല്ലതെന്ന്. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയുന്നതിനായിട്ട് ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. സോ ഗൈസ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം 1300 കൂടുതൽ ടോക്കൺ ആയിട്ടുണ്ട്. ഇനി ഓരോ ക്രേറ്റ് മേടിച്ച് ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിച്ച് വേണം, കാരണം കൂടുതൽ ക്രേറ്റ് മേടിച്ച് കൂടുതൽ ടോക്കൺ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കറക്റ്റായിട്ട് വേണ്ടത് 1450 ടോക്കൺ ആണ്. വെറുതെ ഡയമണ്ട് വേസ്റ്റ് ആയി പോവും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് ക്രേറ്റ് ആണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. സോ ഗൈസ്, നമുക്കങ്ങനെ 1449 ടോക്കൺ ആയിരിക്കുകയാണ്. ഇനി ഒരൊറ്റ ടോക്കണും കൂടി കിട്ടിയാൽ മതി. അതിനുവേണ്ടി ഞാനൊരു ക്രേറ്റ് മേടിച്ച് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്ന് 10 ടോക്കൺ കിട്ടി. എന്തായാലും കുറച്ച് ടോക്കൺ എക്സ്ട്രാ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ കോബ്ര MP40യുടെ സ്കിന്ന് ഓരോ ലെവലായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ലെവൽ 1ൽ നിന്ന് ലെവൽ 2 ആകുമ്പോഴത്തേക്കും കിൽ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അത് മാത്രമല്ല ആട്രിബ്യൂട്ട്സ് അപ്ഗ്രേഡ് ആവുന്നുണ്ട്. സിംഗിൾ ഡാമേജ്, സിംഗിൾ റേറ്റ് ഓഫ് ഫെയർ, റീലോഡ് സ്പീഡ് മൈനസ് ആവുന്നതാണ്. ലെവൽ 2 ആക്കുന്നതിനായിട്ട് 30 ടോക്കണാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കോബ്ര MP40യുടെ സ്കിന്ന് ലെവൽ 2 ആയിരിക്കുകയാണ്. ലെവൽ 3 ആകുമ്പോഴത്തേക്ക് ന്യൂ ലുക്ക് വരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള അനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെവൽ 3 ആക്കുന്നതിനായിട്ട് 60 ടോക്കണാണ് കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ 60 ടോക്കൺ കൊടുത്ത് ലെവൽ 3 ആക്കിയിരിക്കുകയാണ്. ലെവൽ 4 ആകുമ്പോഴത്തേക്കും ഹിറ്റ് എഫക്റ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് അപ്ഗ്രേഡ് ആവുന്നുണ്ട്. ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും ഡബിൾ ഡാമേജ്, സിംഗിൾ റേറ്റ് ഓഫ് ഫെയർ, അതുപോലെ തന്നെ റീലോഡ് സ്പീഡ് സിംഗിൾ മൈനസ് ആണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ കോബ്ര MP40യുടെ സ്കിന്ന് ലെവൽ 4 ആക്കിയിരിക്കുകയാണ്. ഹിറ്റ് എഫക്റ്റും വന്നു, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് അപ്ഗ്രേഡ് ആയി. ഇനി ലെവൽ 5 ആക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം. ലെവൽ 5 ആകുമ്പോഴത്തേക്കും ഫയറിംഗ് എഫക്റ്റും വരുന്നുണ്ട്, കിൽ എഫക്റ്റും വരുന്നുണ്ട്. ലെവൽ 5 ആക്കുന്നതിനായിട്ട് 240 ടോക്കണാണ് കൊടുക്കേണ്ടത്. സോ ഗൈസ്, ഞാനിവിടെ 240 ടോക്കൺ കൊടുത്ത് ലെവൽ 5 ആക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗൺ സ്കിന്ന് ലെവൽ 5 ആയിരിക്കുകയാണ്. എൻ്റെ മോനുസേ ഗൈസ്, ഇതെന്താണ് സംഭവം? ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് ഫയർ ആവുന്നുണ്ടോ? അത് ശരി, ഇത് പുതിയ എഫക്റ്റ് ആണോ? ഇല്ല ഗൈസ്, ഇതെന്തോ ഒരു ബഗ്ഗാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലെവൽ 6 ആകുമ്പോഴത്തേക്കും പുതിയൊരു ലുക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ എബിലിറ്റി അൺലോക്ക് ആവുന്നതാണ്. ഈ MP40യുടെ സ്പെഷ്യൽ എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമിയുടെ ബാക്കിൽ നിന്ന് നമ്മൾ ഫയർ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഡാമേജ് കിട്ടുന്നതാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ കോബ്ര MP40യുടെ സ്കിന്ന് ലെവൽ 6 ആക്കിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല ഗൈസ്, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലെവൽ 7 നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, ഇതിനേക്കാളും പൊളിയാണ്, വേറെ ലെവലാണ്. അനിമേഷൻ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. പിന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇമോട്ടും വരുന്നുണ്ട്. ഇമോട്ട് നോക്കുകയാണെങ്കിൽ AKയുടെ അത്രയും വരത്തില്ലെങ്കിലും സ്കാറിനേക്കാളും എനിക്ക് ഇമോട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഈ റിമോട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ്, അങ്ങനെ നമ്മൾ കോബ്ര MP40യുടെ സ്കിന്ന് ഇവിടെ മാക്സ് ആക്കിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല ഗൈസ്, വേറെ ലെവലായിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇമോട്ടും കിട്ടി. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ഡെയിലി ബുയൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ബുയൽ സ്ട്രീം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട്
ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങൾ കിട്ടുന്നതാണ്. സോ ബുയയിൽ ഫോളോ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാ കൂട്ടുകാരും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. വെറുതെ സ്ട്രീം കണ്ടിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഇവൻസിനെ പറ്റി ഒരു ദിവസം മുന്നേ അറിയുന്നതിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനേക്കാളും മികച്ച ഒരു അടിപൊളി കിടുക്കാച്ച് ഫ്രീ ഫയർ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ